കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ 3 ക്യാമ്പുകൾ തുറന്നുവെന്നും ടോബി ജോൺസൺ റിപ്പോർട്ടിൽ പറയുന്നു. 12 കുട്ടികളടക്കം 45 പേർ ക്യാമ്പിലുണ്ട്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. താഴ്ന്ന പ്രദേശങ്ങളിലാണ് ഈ അതിശക്തമായ മഴയെ തുടർന്ന് വെള്ളം കയറിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങളം ഭാഗത്താണ്, ചെങ്ങളം ആമ്പക്കുഴി ഭാഗത്താണ്. കോട്ടയം കുമരകം റോഡാണ്. അതിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം. വാഹനങ്ങളെല്ലാം തന്നെ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിലേക്കും ഈ പ്രദേശത്തുള്ള വീടുകളിലേക്കും എല്ലാം വെള്ളം കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 3 ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ആ 3 ക്യാമ്പുകളിലായി 12 കുട്ടികളടക്കം 45 പേരുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഖനനം നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിലേക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ നിരോധിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇവിടെയുള്ള ഒരു ചേച്ചി ചേരുന്നുണ്ട്. ചേച്ചി, ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ടോ? എല്ലാം കയറി. ഇന്നലെ വൈകിട്ട് കൊണ്ട് എല്ലായിടത്തും ഒക്കെ കയറി. പെട്ടെന്ന് കയറുമായിരുന്നു. ഒരു മഴ പെയ്താ ഇവിടെ വെള്ളം കയറും. ഒരു മഴ ഈ പ്രദേശത്ത് ആമ്പക്കുഴി. ഇവിടെ ഈ ഭാഗത്ത് തന്നെ 7 വീടുണ്ട്. പിന്നെ അങ്ങേ ഭാഗത്ത് ഇവിടെ ഒക്കെ കിടപ്പ് രോഗികളുണ്ട്. എന്നിട്ട് അവിടെ ഒരു അമ്മേനെ കട്ടിലിന്റെ മുകളിൽ പൊക്കി കട്ടിൽ വെച്ചിട്ടാണ് കിടത്തിയിരിക്കുന്നത്. സ്ഥിരമായിട്ട് കയറുന്ന അവിടെ വെള്ളം. എസ് കെ എൻ, ഇത് ആമ്പക്കുഴി എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ ഒരു പ്രദേശം അല്പം താന്നാണ്. അതായത് ഈ കോട്ടയം കുമരകം റോഡ് ഉയർന്നതിനെ തുടർന്ന് താഴ്ന്നു പോയ ഒരു പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പെട്ടെന്ന് ഈ ആറ്റിൽ നിന്നും, മീനച്ചിലാറ്റിൽ നിന്നും വെള്ളം ഒഴുകി കയറുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. മിക്ക വീടുകളിലേക്കും, ഈ റോഡരികിലുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. എന്തായാലും ക്യാമ്പുകൾ ആവശ്യമാണെങ്കിൽ തുറക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ജോൺസൺ ഇപ്പോൾ പാലക്കാട് നിഖിൽ പ്രമേഷ് ഒരു വാർത്ത അറിയിക്കുന്നു. 79കാരിയായ ഒരു വീട്ടമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരണത്തിൻ്റെ മുൻപിൽ നിന്നാണ് ഈ വീട്ടമ്മ തിരിച്ചു കയറി വന്ന്. പാലക്കാട് അവർ ഒഴുക്കിൽപ്പെട്ടു. 79 വയസ്സുള്ള ഈ വീട്ടമ്മ ഒരു മരക്കൊമ്പിൽ പിടിച്ചു നിന്ന് 10 മണിക്കൂറാണ്. ഒറ്റപ്പാലം പൂക്കാട്ടുകുറിശി സ്വദേശി ചന്ദ്രമതിയാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇന്നലെ രാവിലെ 6 മണിക്ക് ഒഴുക്കിൽപ്പെട്ട ചന്ദ്രമതി 10 മണിക്കൂറോളം ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നു. കുളിക്കാനിറങ്ങിയപ്പോൾ വഴുതി വീണ് ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട ചന്ദ്രമതി സമീപത്തെ ഒരു മരക്കൊമ്പിൽ കയറി പിടിച്ചു. അവിടെ തൂങ്ങിക്കിടന്നു 10 മണിക്കൂർ. 4 മണിയോടെ നാട്ടുകാർ എത്തി വടം കെട്ടി ഇവരെ കരക്കെത്തിച്ച് രക്ഷപ്പെടുത്തി. ഭാഗ്യം. കാരണം 10 മണിക്കൂറൊക്കെ തൂങ്ങിക്കിടക്കാന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ വേർത്ത് തുടങ്ങും. നമ്മൾ പിടിവിടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ വേർക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ആ അമ്മയ്ക്ക് നല്ല ആയുസ്സ് ബലമുണ്ട്. ആ അമ്മയ്ക്ക് ആശംസകൾ.